വെൽക്കം ടു ജോയ് സ്റ്റുഡിയോസ്. കാട്ടിപ്പാറയിൽ പടമലയിലിറങ്ങിയ മോഴയാനയെ ഇന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ പടമലയിൽ ഒരാളെ ട്രാക്ടർ ഡ്രൈവറെ ചവിട്ടിക്കൊന്നു. അതിനുശേഷമാണ് അവൻ കാട്ടിലേക്ക് വരുന്നത്. ഈ ആനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവൻ പലരെയും കൊന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അസനിലെ വേലൂരിൽ ഇറങ്ങിയ ആന അവിടെ ആളെ കൊന്നു. അതിന് മുൻപേ സക്ലേശ്വരത്തും ഈ ആണിനെ കൊന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് മയക്കുവെടി വെച്ച് പിടിച്ച് അവനെ കോളറൈഡി ധരിപ്പിച്ച് ബന്ദിപ്പൂരിലുള്ള മൂലഹള്ളിയിലേക്ക് കൊണ്ടുവന്ന് വിട്ടു. അവിടെ നിന്നാണ് അവൻ കേരളത്തിലേക്ക് കടന്നത്. എന്നാൽ അവനെ പിടിക്കുന്നതിന് വേണ്ടി കേരള ഫോറസ്റ്റ് 4 ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെയാണ്. ആനയെ ഒളിച്ചു കളിക്കുകയാണ്. അതുമാത്രമല്ല, വിദ്യ പഠിച്ച ആനയെപ്പോലെയാണ് അവൻ്റെ പെരുമാറ്റം. ഇവരുടെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ ആന പൊന്തക്കാട്ടിലേക്ക് മാറിപ്പോകുന്നു എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടേഴ്സും പറയുന്നത്. ഒരു സ്ഥലത്തൂടെ കറങ്ങി ചെല്ലുമ്പോൾ അവൻ മറുസ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മണ്ണുണ്ടി ചെന്ന് കഴിയുമ്പോൾ ഇരുമ്പുപാലത്തേക്ക് മാറും. ഇരുമ്പുപാലത്ത് ചെന്ന് കഴിയുമ്പോൾ നാഗർഹോളയിലേക്ക് മാറും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കർണാടകത്തിൻ്റെ വനത്തിനകത്തേക്ക് കയറും. പിന്നെ ഇവർക്ക് കർണാടക വനത്തിനകത്ത് കയറി മയക്കുവെടി വയ്ക്കുവാൻ പറ്റുകയില്ല. അവിടെയുള്ള പടമലയിലുള്ള ആൾക്കാർ ദിനവും പ്രതിഷേധം നടത്തുകയാണ്. അവർ ഫോറസ്റ്റുകാരെയും വെറ്റിനറി ഉദ്യോഗസ്ഥരെയും ഒക്കെ തടഞ്ഞു വയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. അവർക്ക് ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങളതിനെ മയക്കുവെടി വെച്ച് പിടിക്കുവാൻ ഞങ്ങൾ ആവുന്ന രീതിയിലെല്ലാം പരിശ്രമിക്കുന്നു. മരത്തിൽ കയറിയിരുന്നു നോക്കി, കുങ്കാനിയുടെ പുറത്ത് കയറിയിരുന്നു നോക്കി. അവനെ വളഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഈ കുങ്കാനകളുടെയും ആളുകളുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ പൊന്തക്കാടുകളിലേക്ക് മാറി, ചതുപ്പിലേക്ക് മാറി അവൻ നീങ്ങുകയാണ്. ഇന്ന് മറ്റൊരു പ്രശ്നമാണ് അവിടെ ഉദിച്ചത്. കാരണം ഈ ആനയെ വെടിവെക്കുവാൻ വേണ്ടിയിട്ട് അടുത്തെത്താറായിരിക്കുമ്പോൾ ഇവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനായി മറ്റൊരു മോഴയാനയുടെ കൂടിയിട്ടുണ്ട്. അവനാണ് ഇന്ന് ഫോറസ്റ്റുകാരെ തിരിച്ചോടിച്ചത്. അവനും അക്രമകാരിയായിട്ട് തീർന്നു. ചെറിയ ആനയാണെങ്കിലും അവനെ ഇവരെ പുറകെ കൂടി ഇവർ തിരിഞ്ഞു വെടിവെച്ചു. അതിനുശേഷമാണ് ആന അങ്ങോട്ട് മാറി നിന്നത്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ആന മാത്രമല്ല, കാട്ടുപോത്തുമുണ്ട്, പുലിയും കടുവായും ഒക്കെ ഇവരുടെ ദൗത്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ ഇതിനെ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ 1 മണിക്കൂറോളം അവൻ മയങ്ങി നിന്നെങ്കിൽ മാത്രമേ അവനെ പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇവൻ എങ്ങോട്ടാണ് കയറുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. തന്ത്രം പഠിച്ച ഒരാനയെപ്പോലെയാണ് ഇപ്പോൾ ബേലൂർ മഖന്ന പെരുമാറുന്നത്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും എൻ്റെ അടുക്കൽ ചിലവാകത്തില്ല. ഞാനിത് മുൻപേ കുറേ കണ്ടതാണ്. നിങ്ങളുടെ വേല അങ്ങ് മനസ്സിരിക്കട്ടെ. നിങ്ങൾ മാനത്ത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ ആനയും ഫോറസ്റ്റുകാരും തമ്മിൽ ഉഗ്ര മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അവനെ പിടിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കഴിവിൻ്റെ പരമാവധി വെറ്റിനറി ഡോക്ടേഴ്സും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ വഴുതി മാറി നല്ലൊരു അഭ്യാസം പഠിച്ച ആനയെപ്പോലെയാണ് അവൻ വഴുതി മാറുന്നത്. അവനറിയാം അവൻ കറക്റ്റ് ചതുപ്പിലേക്കും ചോലയിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ അവനെ വെടിവെക്കാൻ കഴിയത്തില്ലെന്നറിയാം. അതല്ലെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് നാഗർഹോളയുടെ ഭാഗത്തേക്ക് നീങ്ങി വനത്തിലേക്ക് കയറി അവിടുത്തെ ഫോറസ്റ്റ് അതിർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊന്നും ചെയ്യുവാനും കഴിയില്ല. കർണാടക പറയുന്നത് ഇവിടുത്തെ ഫോറസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളവനെ വെടിവെക്കുകയില്ല എന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും ഇന്നത്തെ ദൗത്യവും പരാജയപ്പെട്ടു. ജനം വളരെ ഭീതിയിലാണ്. ആനയെ കൊണ്ട് മാത്രമല്ല ജനം ഭീതി വിളിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു കടുവ റോഡിൽ കൂടെ ക്രോസ് ചെയ്തു. കടുവായി മാത്രമല്ല, കാട്ടുപോത്തും കടുവായും പുലിയും ആനകളും എല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ ജനജീവിതം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അവർ ഭയത്തോടും ഭീതിയോടും കൂടിയാണ് അവർ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിഷേധം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ കഴിയണമെങ്കിൽ അത് ഗവൺമെൻറ്റും ഫോറസ്റ്റും തീരുമാനിച്ച് ഉചിതമായൊരു തീരുമാനം കർണാടകയും കൂടെ ചേർന്ന് തീരുമാനിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയത്തുള്ളൂ. ഇല്ല എന്നെങ്കിൽ ഇത് ദിനംപ്രതി ഇങ്ങനെ
വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.